ഏവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് ഗുരുവായൂരാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര മൂന്നാറേക്കാണ്. ഇന്നലെ ഞങ്ങൾ ഗുരുവായൂരെത്തി, ഈവനിങ് അമ്പലത്തിൽ കയറി തൊഴുതു. ട്രിവാൻഡ്രത്തിൽ നിന്ന് ഗുരുവായൂർ വരെ എത്തുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആദ്യമേ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ അക്കോമഡേഷനിൽ നിന്ന് ഞങ്ങളിപ്പം പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അടുത്തിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കഴിച്ചിട്ട് നമുക്കപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. എടുത്ത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് എവിടെ കിട്ടാന്ന് നമുക്ക് നോക്കാം. തൃശ്ശൂരിന്റെ ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായ സ്ഥലം അല്ലേ? അത് നല്ല നല്ല വീടുകൾ ഇരിപ്പുണ്ട് രണ്ട് സൈഡിൽ. വീടുകളെല്ലാം ഒത്തിരി ചെടികൾ വെച്ച് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വളവും തിരിവുണ്ട് കണ്ട. എനർജി ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എനർജി ഉടനെ ഉണ്ടാക്കാം. 10 കിലോമീറ്ററിനകത്ത് നമ്മൾ തൃശ്ശൂർ എത്തും. തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട്. അപ്പൊ അതല്ലാതെ നമുക്ക് പോണ വഴിക്ക് ചെറിയ ഈ നാട്ടിൻപുറത്തുള്ള പണ്ടത്തെ സ്റ്റൈല് ഹോട്ടൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. അടിപൊളി ഒരു പള്ളി അല്ലേ? ഏത്? സെന്റ് ജോൺ നെപ്പുംസ്യാൻ ഫൊറോന പള്ളി, പറപ്പൂർ. ഭയങ്കര പള്ളി കേട്ടാ. സൂപ്പർ. അടിപൊളി. വയലാണോ? വയല് രണ്ട് സൈഡിലുണ്ട്, നടുക്കൂടി ഒരു റോഡ്. ഫ്രണ്ടിലോട്ടുള്ള വ്യൂ ഉണ്ട്. ബ്ലോക്ക് കണ്ട ഇവിടത്തെ. നമ്മളിപ്പോ സ്ഥലം ഏതാണ്? മുതുവറ. ഭീകര ബ്ലോക്ക്. അപ്പുറത്തെ സൈഡിലാണ് ട്രാക്ക്. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം വണ്ടി. പ്രൈവറ്റ് ബസ്സുകളാണ്, ഒരു രക്ഷയില്ല. 10 മിനിറ്റ് വരും നമ്മൾ ഈ ബ്ലോക്കിൽ കിടക്കും. വരും. അവന്മാര് ഭയങ്കര പോക്കാണ്. അതെ, നമ്മൾ ഇതിനു മുന്നേ കഴിച്ചിട്ടുള്ള സ്ഥലമാണ്. നമുക്കിനി കഴിക്കാം, ഫുഡ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം. നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിയിട്ടുണ്ട്. പൂരിയും ചായയും. കുഴപ്പമില്ല, നല്ല ഫുഡാണ്. പൂരി 85, ചായ 22 രൂപയാണ് ഒരാളിന്. അപ്പോൾ നമുക്ക് നേരെ മൂന്നാറിലേക്ക് പോവാം. സമയം താമസിച്ചു. ഇപ്പം തിരിച്ചാൽ 2:30 അവിടെ എത്തുമെന്നാണ് ടൈം നമുക്ക് ETA ഗൂഗിൾ മാപ്പ് തരുന്നത്. അപ്പം ഇനി നേരെ മൂന്നാർ പോവാം. തൃശ്ശൂർ. നമ്മളിപ്പോ തൃശ്ശൂർ സിറ്റിക്കകത്താണ്. എനിക്ക് വഴിയൊന്നും മനസ്സിലാവണില്ല. എനിക്കിപ്പോ ഈ പോകുന്ന റൂട്ട് എനിക്കും അത്ര പിടുത്തമില്ല. ഗൂഗിൾ മാപ്പ് പറഞ്ഞിടത്തുമാണ് പോണത്. കാരണം ഈ ഇച്ചിരി നല്ല പീക്ക് ട്രാഫിക്കിന്റെ സമയമാണേ. അതുകൊണ്ട് ഇവരിങ്ങനെ ട്രാഫിക് കുറഞ്ഞ റൂട്ടുകൾ നമുക്ക് തരും. നിങ്ങൾ രണ്ടൊരു മൂന്നാർ ഫസ്റ്റ് ടൈം അല്ലേ? അമ്മുവിന് ആക്ച്വലി അമ്മു ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ മൂന്നാർ ഫസ്റ്റ് ടൈം എന്നല്ല. ആക്ച്വലി അമ്മു ഹിൽ സ്റ്റേഷൻസിലൊന്നും പോയിട്ടില്ല. ശരിയല്ലേ? ഊട്ടിയില് അമ്മു പോയത് കുഞ്ഞായിരുന്നപ്പോഴാണ്. അപ്പൊ എത്ര വയസ്സ്? 3 വയസ്സ്. 3 വയസ്സിലാണ്. അപ്പൊ അവക്ക് ഈ കേരളത്തിനകത്ത്, കേരളം എന്ന് പറഞ്ഞാൽ അവക്ക് ഈ കടലും ഇതൊക്കെ അവക്ക് അറിയാവൂ. കേരളത്തിൽ മലയുണ്ട് എന്നുള്ള കാര്യം പോലും ഇന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്. കേരളത്തിൽ മലയുണ്ട്. ഇത് മറ്റേ ആകാശപാത. ഇതാണല്ലേ? കോട്ടയത്തൊരെണ്ണം ഉണ്ടാക്കി വെറുതെ ഇട്ടിരിക്കുന്നു. ഇത് വർക്കിംഗ് ആയിരിക്കും. ഈ റൗണ്ട് ബോർഡിന്റെ ചുറ്റും ഇങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും മുകളിലോട്ട് ആക്സസ് കൊടുക്കും. അപ്പോഴാൾക്ക് റോഡ് മുറിച്ച് കിടക്കാതെ, റോഡിൽ കൂടെ ക്രോസ് ചെയ്യാതെ മുകളിൽ കയറി സേഫ് ആയിട്ട് അപ്പുറത്ത് ഇറങ്ങാൻ പറ്റും. ട്രാഫിക്കിനും വണ്ടികൾക്കും പ്രശ്നമില്ല, ആളുകൾക്കും പ്രശ്നമില്ലാതെ. അങ്ങനെ നമ്മള് ഹൈവേയിലെത്തി. ഇനി നമുക്ക് അങ്കമാലി വരെ ഈ റോഡാണ്. അങ്കമാലി പോയിട്ടാണോ നമുക്ക്? അതെ, അങ്കമാലി പോയിട്ടാണ് പോകുന്നത്. എന്താ ഒരു തൂണാണോ? എവിടെ? റൈറ്റ് സൈഡ്. ഇത് എന്തോന്നോ ഇതാണ് ടൈൽ ഫാക്ടറി പോലെ എന്തിന്റെയോ. ഫാക്ടറിയുടെ ടൈൽസ് മറ്റേ ഓടാണോ അതോ ബ്രിക്കാണോ ടൈലാണോ അതോ കാണാനല്ലോ എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു തറയോടില്ല. തറയോട് പോലത്തെ എന്തോ അല്ലേ?
അപ്പൊ ഇപ്പം നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോയാൽ ആ നമ്മളെ സമയം കുറച്ച് കവർ ആവും. നമ്മളെ കേരളത്തിലെ അടിപൊളി റോഡ് കണ്ട 90 രൂപ ഇപ്പൊ ടോൾ കൊടുത്തതേ ഉള്ളൂ. 10 കിലോമീറ്റർ ആയില്ല, ഫുള്ള് റോഡ് പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇതെന്ത് ന്യായമാണെന്ന് മനസ്സിലാവണില്ല. നമ്മള് കേരളത്തിൽ യാത്ര ചെയ്താലേ ഇതിന്റെയൊക്കെ സത്യാവസ്ഥകൾ നമുക്ക് മനസ്സിലാവുള്ളൂ, വീട്ടിലിരുന്നാൽ മനസ്സിലാവില്ല. ശരിയല്ലേ? അതെ. ടോള് വാങ്ങിക്കുന്നു പറയുമ്പോ എന്തുവാണ് അടിപൊളി റോഡ്, ആ റോഡ് ഈ റോഡ് എന്ന് പറയും. റോഡ് പൊളിച്ചിട്ടേക്കുന്നെങ്കിൽ ടോള് ടോള് വാങ്ങിക്കാൻ പാടില്ല. അതെ, കറക്റ്റ്. ടോള് 60 രൂപ, സോറി 90 രൂപ ഇപ്പൊ ടോള്. 10 കിലോമീറ്റർ പോലും ആയിട്ടില്ല. ഇതാണ് അവസ്ഥ. ഇങ്ങനെ പോണെങ്കിൽ നമുക്ക് സാധാരണ ഏതെങ്കിലും ചെറിയ റോഡിൽ കൂടെ അങ്ങ് പോയാൽ പോരെ. പെരിയാറല്ലേ? നല്ല ഭംഗിയല്ലേ പെരിയാർ? ആ, സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി. ഭയങ്കര വ്യൂ കേട്ടാ ഇവിടെ, സൂപ്പർ വ്യൂ. നമ്മളിപ്പോ മലയാറ്റൂരാണുള്ളത്. മലയാറ്റൂര് പെരിയാറിന് ക്രോസ് ചെയ്തുള്ള പാലമാണ്. ആക്ച്വലി ഞങ്ങള് അങ്കമാലി എത്തിയപ്പോഴ് നമുക്ക് ഗൂഗിൾ മാപ്പാണ് ഈ റൂട്ട് തന്നത്. അതായത് കാലടിയൊക്കെ മാറ്റുപുഴയൊക്കെ സ്കിപ്പ് ചെയ്ത് ഈ റൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് സജസ്റ്റ് ചെയ്തത്. അതെ, പെരുമ്പാവൂരും കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ പോയി കയറുന്നത്. അപ്പൊ കാലടിയിലുള്ള ബ്ലോക്കൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ റൂട്ട് വന്നത്. പക്ഷേ ഈ റൂട്ട് കൊള്ളാൻ കേട്ടാ, നല്ല നല്ല വീടുകളും പിന്നെ എന്തുവാണ് ടാറ് നിൽക്കാത്ത റോഡ്, അതുകൊണ്ട് ഇന്റർലോക്ക് ചെയ്തിരിക്കുന്നത്. ആ വീട് നോക്ക്, ഇവിടെ വീടുകളുടെ ഭംഗി ഭയങ്കരമാണ്. ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. മതില് മുതൽ അങ്ങ് അറ്റം വരെ നല്ല വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര എന്താണ് ക്രിയേറ്റീവായിട്ട്, ഭയങ്കര ക്രിയേറ്റിവിറ്റി ഉള്ള ആർട്ടിസ്റ്റിക് മൈൻഡുള്ള ആളുകളാണ് ഇവിടെ ഉള്ളവരെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? കുറിച്ചിലക്കോട്. നമുക്ക് ഇവിടെ റൈറ്റ് ആണല്ലേ? നമുക്ക് റൈറ്റ് എടുത്ത് ആ ലെഫ്റ്റ് കയറി പോണം. പെരുമ്പാവൂർ സ്ട്രൈറ്റ്, കോതമംഗലം മൂവാറ്റുപുഴ ലെഫ്റ്റ്. ചെറിയ റോഡാണ്, ഇങ്ങനെ ഗ്രാമീണ വഴികളിൽ കൂടെയാണ് പോകുന്നത്. അതെ. എന്തായാലും നമ്മൾ ഭാരതപ്പുഴയും കണ്ടിട്ടുണ്ട്, ഇപ്പൊ പെരിയാറും കണ്ടിട്ടുണ്ട്. പെരിയാർ ഇതിനു മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പെരിയാർ നമ്മളെ ആലുവ അങ്കമാലി ആ ഭാഗത്തല്ലേ പെരിയാർ ക്രോസ് ചെയ്യണത്. നമ്മളെ നാഷണൽ ഹൈവേ, മറ്റേ ഇത് നമ്മുടെ എറണാകുളം തൃശ്ശൂർ പാലക്കാട് പോകുന്ന റോഡില്ലേ, ഹൈവേയിൽ ക്രോസ് ചെയ്യും. അറിയില്ല. ഈ ബിൽഡിംഗ് കൊള്ളാലോ. ഐസ്ക്രീം പാർലറാണ്. പോപ്പറ്റ് ഐസ്ക്രീം ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് എന്ന് പറഞ്ഞാണ് ഇട്ടേക്കുന്നത്. പക്ഷേ അതെ, അത് ചെയ്തവന്റെ ആ ബ്രെയിനാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ആ ബിൽഡിംഗ് ഐസ്ക്രീമിന്റെ ഷേപ്പിലാണ് ചെയ്തേക്കുന്നത്. പെട്ടെന്ന് കിട്ടും ആളുകൾക്ക്. നമ്മളിപ്പോ കോതമംഗലം കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലെത്തിയേ. ഇനി 68 കിലോമീറ്റർ എങ്ങാണ്ടാണ് മൂന്നാർ പോകാനുള്ളത്. അപ്പൊ റോഡിന്റെ രീതിയൊക്കെ മാറി തുടങ്ങി, കുറച്ച് ഹൈ റേഞ്ച് ഒരു ഫീൽ വന്നു തുടങ്ങി. വളവും തിരിവും കയറ്റവും ഇറക്കവും. അങ്ങനെ നമ്മൾ മലനിരകൾ കണ്ടു തുടങ്ങി, ഹൈ റേഞ്ച് കയറ്റം തുടങ്ങിയിട്ടുണ്ട്. ഇനി 59 കിലോമീറ്റർ ആണ് മൂന്നാർ കാണിക്കുന്നത്. ഇപ്പം അമ്മു കണ്ട കാടിനകത്ത് എത്തി നമ്മൾ. കാടും ഹൈ റേഞ്ചും ആണ്. അപ്പൊ ഇനി ഡ്രൈവിംഗ് വളരെ ശ്രദ്ധിച്ച് വേണം. എതിരെ വരുന്ന വണ്ടി കണ്ട ഇതുപോലെ വരും. അപ്പം എതിരെ വണ്ടി നല്ല സ്പീഡിൽ ഇറങ്ങി വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഡ്രൈവ് ചെയ്യണം. നമ്മൾ ആ മലയുടെ താഴ്ന്നാണ് നമ്മളിപ്പോ കയറി വന്നത് കേട്ടാ. അവിടെ നിന്ന് കയറി കറങ്ങി ഇപ്പുറ സൈഡ് വന്ന് നമ്മള്. റോഡ് വീതി കൂട്ടാനുള്ള പണിയാണെന്ന് തോന്നുന്നത്. നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ റോഡ്. ഇത്ര വീതിയെ കാണുള്ളൂ. വീതി കൂട്ടണുണ്ട് പല സ്ഥലത്തും. ഇനി അങ്ങോട്ട് ഫുൾ ഇതുപോലത്തെ റൂട്ടായിരിക്കും. ഒരു മലയിൽ നിന്ന് അടുത്ത മലയിലോട്ട് പോയിക്കൊണ്ടിരിക്കും നമ്മള്. റോഡ് വീതി കൂട്ടാൻ വേണ്ടിട്ടുള്ള പണി നടക്കുകയാണ്. പഴയ റോഡിന്റെ വീതിയാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. കണ്ടാ, അതിന്റെ നടുക്കുള്ള ലൈനൊക്കെ ഇവിടെ കിടപ്പുണ്ട്. കണ്ടാ, ഇതാണ് പഴയ റോഡ്. പുതിയ റോഡ് ഇത്രയും വീതിയിൽ അവർ ചെയ്യുവാണ്. ചീയപ്പാറ വാട്ടർഫോൾസ് ആണ്. ഇവിടെ ഇറങ്ങണോ? വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമോ? വണ്ടി പാർക്ക്, പക്ഷെ ഇതിന് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റൂല. ഇവിടെ ഈ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോകാനേ പറ്റുള്ളൂ. പാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മുകളിൽ പാർക്ക് ചെയ്തിട്ട് വരാം. ഇതാണ് വാട്ടർഫോൾസ്. ഇറങ്ങണോ? നിങ്ങൾ ഇറങ്ങും, ഞാൻ വണ്ടിയുടെ ഇടയിൽ ഇട്ടിട്ട് വരാം. ഇതാണ് ഇവിടുത്തെ ചീയപ്പാറ വാട്ടർഫോൾസ്.
നമ്മൾ മൂന്നാർ പോണ വഴിക്ക് ഉള്ള ആദ്യത്തെ ഒരു ഡെസ്റ്റിനേഷനാണിത്. ഇവിടെ ഒത്തിരി പേര് ഇറങ്ങി ഫോട്ടോസ് എടുക്കാനും എല്ലാത്തിനും വരാറുണ്ട്. ഇവിടെ നമുക്ക് ഈ വെള്ളത്തിലിറങ്ങാനൊന്നുമുള്ള പെർമിഷൻ ഇല്ല. ഇവിടെ ഫുൾ അവർ കെട്ടി അടച്ചിട്ടുണ്ട്. പക്ഷെ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അടിമാലി എത്തി. അടിമാലിയിലെ ഹോട്ടൽ സഫയറിലാണ്. കൊള്ളാം മോമോ, ഹോട്ടൽ എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? ആംബിയൻസ് ഒക്കെ കൊള്ളാം. നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ്. ഫുഡ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ലായിരിക്കുമെന്ന് തോന്നുന്നു. വന്നില്ല. 2 ബിരിയാണിയാണ് പറഞ്ഞത്. ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ അഭിപ്രായം പറയാം എങ്ങനെയുണ്ട്. ഓക്കെ അമ്മ, ഫുഡ് എങ്ങനെയുണ്ട്? ബിരിയാണി പിന്നെ ബിരിയാണി കുറച്ച് സ്പൈസി ആവൂലേ? ബിരിയാണി കൊള്ളായിരുന്നു, നല്ല ബിരിയാണി ആയിരുന്നു. റെസ്റ്റോറൻറ്റ് കൊള്ളാം. വാഷ്റൂം ആവറേജ് ആണ്, നല്ല സൂപ്പർ എന്ന് പറയാനില്ല. പക്ഷെ ബാക്കി ഫുഡും ബാക്കിയൊക്കെ കൊള്ളാം. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചു. ഇനി ഒരു 25 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ പതുക്കെ ഇങ്ങനെ മലയോര പാതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ റോഡ് പണി നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിലും ഈ മലയോര പാതയിൽ നമുക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് പോകാൻ പറ്റില്ല. എന്നാൽ പോലും റോഡ് പണി നടക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. എതിരെ ഒരു വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ ഒതുക്കി നിർത്തിയിട്ടൊക്കെ പോകേണ്ട ഒരവസ്ഥയാണ്. കൊള്ളാമോ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? പക്ഷെ എക്സ്പീരിയൻസ് ആയിട്ടില്ല. ഇനി അവിടെ പോകുമ്പോഴാണ് എക്സ്പീരിയൻസ്. നോക്കാം, ഇതുപോലത്തെ ഒരുപാട് കിടിലം വ്യൂസ് നമുക്ക് ഇന്നത്തെ യാത്ര നമുക്ക് സമ്മാനിക്കും. ഒരു സിംഗിൾ പാറയാണെന്ന് തോന്നല്ലേ? അത് തന്നെ ഒറ്റ പാറയാണത്. കണ്ടാ? അതിന്റെ മുകളിൽ മരങ്ങളൊന്നും ഇല്ല. ചെറിയ ഈ പൊടി മണ്ണ് ഇരിക്കുന്ന സ്ഥലത്ത് ചെറിയ പുല്ല് പോലത്തെ സാധനം മാത്രമേ ഉള്ളൂ. ഈ അടിമാലിയിൽ ഒത്തിരി റെസ്റ്റോറൻറ്റ്സും ഒത്തിരി ഹോട്ടൽസ് എല്ലാം ഉണ്ട്. അതെ, ഞാൻ അടിമാലി വിട്ടാ ഇനി ഫുഡ് കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞാണ് നമ്മൾ അവിടെ തന്നെ കഴിച്ചത്. നമുക്ക് 1 മണിക്കൂറെങ്കിലും വേണ്ടി വരും. ഈ അറിഞ്ഞൂടാ, മോളിലോട്ട് പോയാലേ അറിയാവൂ. ബ്ലോക്ക് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ പ്രശ്നം കാണൂല. എന്നാ പോലും പറയാൻ പറ്റൂല. കാരണം ഒരുപാട് ബൈ റൂട്ടുകളൊന്നും ഇല്ലല്ലോ. നമുക്കിപ്പം വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഒരു റൂട്ട് കൺജഷൻ ആയി കഴിഞ്ഞാൽ അടുത്ത റൂട്ടിൽ കൂടെ പോകാൻ ഇത് അതൊന്നും ഇല്ലല്ലോ. ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ റൂട്ടല്ലേ ഉള്ളൂ. അയ്യോ, എന്ത് ഭംഗി നോക്ക്. താഴെ ഈ മരങ്ങൾ നിൽക്കണ നോക്ക്. റബ്ബർ അല്ലേ ഇത്? പക്ഷെ എന്നാലും നല്ല രസമുണ്ട്. താഴെ റബ്ബർ മരങ്ങളും അതിന്റെ മുകളിൽ ഈ ഭീകരൻ പടുകൂറ്റൻ പാറ അല്ലേ? അമ്മു, ഇതൊക്കെ ക്ലിയർ ആയിട്ട് കണ്ടോ? കേട്ടാ? വലിപ്പം നമുക്ക് ഇപ്പോഴേ കോട ഇറങ്ങുന്നുണ്ടല്ലേ? മുകളില് കോട ഉണ്ട്. നമ്മൾ പോകുമ്പോ നല്ല കോട ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. മൂന്നാറിന്റെ മെയിൻ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഇതാണ്. കണ്ടോ? കംപ്ലീറ്റ് തേയിലത്തോട്ടം. നമുക്കിനി ഇവിടെ നിന്ന് ഒരുപാട് സമയം കളയണ്ട. നമുക്കേ മുകളിലോട്ട് പോവാം. അമ്മുവാത്തല്ലേ? നമ്മള് മൂന്നാർ എത്തിക്കഴിഞ്ഞു. യെസ്, വി റീച്ച്ഡ് മൂന്നാർ. നിങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈം അല്ലേ മൂന്നാർ? അതെ. മൂന്നാറിന്റെ മണ്ണിൽ കാലുകുത്താൻ ഏതാനും നിമിഷങ്ങൾ മാത്രം അല്ലേ? പക്ഷെ ഇവിടെ വന്നപ്പം തന്നെ ആ ക്ലൈമറ്റിന്റെ വ്യത്യാസം കണ്ടാ? വെയിലില്ല, നല്ല തണുപ്പുണ്ട് പുറത്ത്. ചെറിയ മഴയുണ്ട്. ചെറിയ അത് മഴയെന്ന് പറയാൻ പറ്റൂല. മഴയെന്ന് പറയാൻ പറ്റൂല. സൂപ്പറൊക്കെ ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. കാരണം നമുക്ക് ഇവിടുന്ന് ഇനി നമുക്ക് അക്കോമഡേഷനിൽ പോയിട്ടേ ഇനിയിപ്പോ സമയം ഉണ്ടോന്ന് അറിഞ്ഞൂടാ. ഒന്ന് റെസ്റ്റ് എടുക്കുക. നാളെ നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ ഇറങ്ങാം പുറത്തോട്ട്. ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ കണ്ടില്ലേ ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ? അതിനേക്കാളും ഭയങ്കര ഭംഗിയുള്ള റൂട്ടാണ്. ഇവിടുന്ന് 2-3 റൂട്ടുണ്ട്. നമുക്ക് മറ്റേ ഇരവികുളം നാഷണൽ പാർക്കിൽ പോകണം. അതാണ് വരയാട് ഒക്കെ ഉള്ള സ്ഥലം. വരയാട് അറിയാമോ? നീലഗിരി താർ അല്ലെങ്കിൽ വരയാട്, അതിന്റെ സംരക്ഷിക്കുന്ന സ്ഥലമാണത്. അപ്പൊ അതിനെ കാണാൻ പറ്റും നമുക്ക്. അപ്പം അവിടെ പോണ വഴി പിന്നെ മാട്ടുപ്പെട്ടി ഈ ഡാമിൽ പറ്റുമെങ്കിൽ പോണം. വട്ടവട നമുക്ക് പോവാൻ പറഞ്ഞാലേ നോക്കാം. കാരണം നാളെ വട്ടവട പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ. വട്ടവട ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അത് ഇതുപോലത്തെ ചെറിയ റോഡാണ്. പക്ഷെ ഭയങ്കര രസമാണ് ആ റൂട്ട്.
അപ്പം നോക്കാം നമുക്ക്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞത് മൂന്നാറിൻ്റെ ഭംഗി, ഇത് മൂന്നാർ ടൗൺഷിപ്പാണ്. ടൗൺഷിപ്പ് ഇവിടെ കണ്ട മൊത്തം വണ്ടിയും റോഡും ബിൽഡിങ്സ് ഒക്കെ ആയിട്ട്. ഇതല്ല മൂന്നാറിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് ഇനി എക്സ്പീരിയൻസ് ചെയ്യാം. Take the next right, then your destination will be on the right. നമ്മുടെ റൂമിലോട്ടുള്ള റോഡാണിത്. അങ്ങനെ ഞങ്ങൾ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇത് റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് ഇത്. ഇത് മൂന്നാറിന്റെ ടൗൺഷിപ്പിൽ തന്നെയാണ് ഈ ഹോട്ടൽ ഉള്ളത്. എങ്ങനെയുണ്ട് റൂം? എങ്ങനെയുണ്ട്? ഞാനാണോ പറയേണ്ടത്, നിങ്ങളാണോ പറയേണ്ടത്? സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി റൂമാണേ, സൂപ്പർ റൂമാണേ. എന്ന് പറഞ്ഞാല് 3500 രൂപയാണ് റൂം റെന്റ്. പക്ഷെ കൊള്ളാം, ഫ്രിഡ്ജ് വരെ ഉണ്ട് റൂമിൽ. നല്ല ബെഡാണ്, നമുക്ക് 2 നല്ല ചെയർസ് ഉണ്ട്, ഇവിടെ ടീപ്പോ ഉണ്ട്. നമുക്കിവിടെ ഒരു ബാൽക്കണി എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി നിൽക്കാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ പോലും ഈ വിൻഡോ ഇറ്റ്സ് ലൈക്ക് എ ബാൽക്കണി. പിന്നെ കബോർഡ് ഉണ്ട്, ടി വി ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ എന്തുവാണ്, വാഷ്റൂം, ഒരു ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ അടുത്ത് നമുക്ക് വാഷ്റൂമാണ്, നല്ലൊരു വാഷ്റൂമാണ്. നമ്മൾ റൂമിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. സമയം ഇപ്പം 5 മണിയായി. അപ്പോൾ 1-2 വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പം അവിടെ വ്യൂ ഉണ്ടാവുമോ എന്ന് അറിഞ്ഞുകൂടാ, കാരണം ഇപ്പം ഇവിടെ നല്ല വെയിലെല്ലാം മാറി. പക്ഷെ നല്ല കോടയും നല്ല ക്ലൈമറ്റൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഒന്ന് പോയി നോക്കാം. കുറച്ച് ബ്ലോക്ക് ഉണ്ട്. കുറച്ചല്ല, നല്ല ബ്ലോക്ക് ഉണ്ട്, ഭീകരമായ ബ്ലോക്ക് ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ടേ. നമ്മളിപ്പം മൂന്നാർ വ്യൂസ് ഓഫ് മൂന്നാർ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ടാണ് നിൽക്കുന്നത്. കുറച്ചുകൂടെ നമുക്ക് മുകളിൽ പോകണം, അപ്പോൾ അടിപൊളി വ്യൂ കിട്ടും നമുക്ക്. മൂന്നാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തേയിലത്തോട്ടങ്ങളുടെ വ്യൂ ആണ്. ഇവിടെ താഴെ നോക്ക്, ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങാൻ പാടാണ്. പോവാം, നമുക്ക് മുകളിലോട്ട് പോവാം. നമ്മളെ മൂന്നാറിൽ നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ മാറിയാണ് ഗ്യാപ്പ് റോഡ് തുടങ്ങുന്നതിൻ്റെ അവിടെയാണ്. ഈ 2 സൈഡും അതിഭീകരമായ വ്യൂ ആണ്. മനോഹരം എന്ന് പറഞ്ഞാൽ പറ്റൂല, തികയൂല ആ വാക്ക്. ഇന്നിപ്പോൾ ചെറിയ മഴയുണ്ട് ഇവിടെ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് വെറുതെ നമ്മൾ ഈ റോഡിൽ കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്യാപ്പ് റോഡ് വഴിയൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്ത് കുറച്ച് കോട കാണും ചിലപ്പോൾ പല സ്ഥലങ്ങളിലും. ഇല്ലെങ്കിൽ ഗ്യാപ്പ് വ്യൂ പോയിന്റ് ഉണ്ട്, ഗ്യാപ്പ് റോഡിൻ്റെ വ്യൂ പോയിന്റ്. അപ്പോൾ അതുവരെ പോയിട്ട് തിരിച്ചു വരാമെന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഒരു 10-12 കിലോമീറ്റർ, 12-17 10 കിലോമീറ്റർ 10 കിലോമീറ്റർ ഉണ്ട്. 17 മിനിറ്റാണ് അതിന് പറയുന്ന സമയം. അടുത്ത വ്യൂ പോയിന്റ് കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയുണ്ട്? മൂന്നാറിലെ അടുത്ത വ്യൂ പോയിന്റ് ആണ്. ഇത് ഗ്യാപ്പ് റോഡിന്റെ ടോളാണ്. ഇപ്പൊ ഈ റോഡ് ഡെവലപ്പ് ചെയ്തില്ലേ, അതിന്റെ ടോളാണ്. എത്ര രൂപയാണ്? 40 രൂപയാണ് വൺ സൈഡ്, അപ്പ് ആൻഡ് ഡൗൺ 55 രൂപ. തുറക്കൂ. യെസ്, ഇതാണ് മൂന്നാറിന്റെ റിയൽ മാജിക്കൽ വ്യൂ. നോക്കിയോ, വ്യൂ എന്നല്ല, വൺ അമംഗ് ദ റിയൽ മാജിക്കൽ വ്യൂസ് ഇൻ മൂന്നാർ എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അതെ, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ കൃത്യമായി ആ സ്ഥലത്തെത്തും. അല്ല, അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങിപ്പോണാണ്. അവിടെ നോക്ക്, ഇവിടെ മാത്രം നോക്കിക്കൊണ്ടിരിക്കാതെ. നിക്ക്, ഞാൻ അവിടെ വണ്ടി നിർത്തി തരാം. ഇവിടെ പ്രശ്നം എന്നറിയാമോ? ഇപ്പൊ നിന്റെ മൈൻഡ് ഞാൻ പറയട്ടാ, എവിടെ നോക്കിയാലും തേയില ഭംഗിയുണ്ട്. എവിടെ എടുക്കണമെന്നൊരു പിടിയില്ല. നോക്ക്, അതുകൊണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലമാണത്. ഞാൻ ഇറങ്ങി നടന്നു വരാം, എന്നാലേ ഇങ്ങനെ കണ്ടു വരാൻ പറ്റും. ഇവിടെ നോക്ക്, നമ്മുടെ ഈ സഞ്ചാരികളുടെ പറുദീസ, റൈഡേഴ്സിന്റെ പറുദീസ എന്നൊക്കെ പറയുന്ന ഗ്യാപ്പ് റോഡ് ഉണ്ടല്ലോ, അതാണ് ഈ കാണുന്നത്. അതോ ആ ഏറ്റവും മോളറ്റത്ത് കാണുന്നില്ലേ, അതുവരെ ഈ റോഡ് കറങ്ങിപ്പോവും. ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ കൂടുതലുണ്ട് ഇത്രയും കറങ്ങി പോണത്. അവിടേക്ക് എത്തുമ്പം ലോറിയുടെയും കാറിന്റെ ഒക്കെ സൈസ് കണ്ട, കുഞ്ഞുറുമ്പ് പോകുമ്പോ പോലെ പോണണ്ട.
അതെ, ഓരോ ഡോട്ട് പോലെ ഇരിപ്പുണ്ട്. അതെ. അപ്പൊ ഇനി നമുക്ക് കറങ്ങി മുകളിൽ പോവാം. കണ്ടാ ഇവിടെ വ്യൂ പോയിന്റ് അങ്ങനെ. ഇതൊക്കെ വ്യൂ പോയിന്റ്. വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാലേ ഇവരിപ്പോ ഓരോ വ്യൂ പോയിന്റിനും ഓരോ പേരിട്ടിട്ടുണ്ട്. ഞാനൊരു 15 വർഷമെങ്കിലും വരും ഇവിടെ വന്നിട്ട് മൂന്നാർ. ആദ്യം വരുമ്പോ അന്ന് ഈ റോഡ് ഒക്കെ ഈ ചെറിയ റോഡാണ്, വീതി കുറഞ്ഞ റോഡ്. അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ, ഇപ്പൊ ഈ മഷ്റൂം കട്ട് പോലെ ഈ ഭൂമി ഇങ്ങനെ ചെത്തി അതിന്റെ മുകളിലാണല്ലോ നമുക്ക് ഈ തേയിലത്തോട്ടം കാണാൻ പറ്റുന്നത്. പണ്ട് ഈ തേയിലത്തോട്ടങ്ങളെല്ലാം ഈ റോഡ് വരെ വന്ന് നിൽക്കും. ഇപ്പൊ ഇവിടെ ഈ പോയിന്റിൽ കാണുന്നില്ലേ, ഇവിടെ ഈ വളവില് ഇതുപോലെ എല്ലാ സ്ഥലത്തും തേയിലത്തോട്ടം എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ നിന്നാണ് തേയിലത്തോട്ടം ഇങ്ങനെ മുകളിലോട്ട് കയറിയും താഴോട്ടിറങ്ങിയും പോണത്. ആ ഒരു ഭംഗി സത്യം പറഞ്ഞ് ഇപ്പൊ കിട്ടൂല. ഇപ്പൊ നമ്മൾ കുറച്ച് ദൂരെ ചെന്ന് നോക്കിയാലേ കിട്ടും. മറ്റേത് നമ്മൾ റോഡിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ മനസ്സിലാവണം, റോഡിൽ നിന്ന് ഇങ്ങനെ നമുക്ക് തേയില പറിക്കാൻ പറ്റും. ആ രീതിയിലാണ് പണ്ടത്തെ ഇവിടത്തെ ഒരു ഭംഗി. ആളുകൾ കയറി നിൽക്കണോ അവിടെയൊക്കെ കണ്ടാ, ഇതിങ്ങനെ വളഞ്ഞു 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 പോകും. അപ്പൊ മൂന്നാറിന്റെ ഏറ്റവും വലിയ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയാണ്. പിന്നെ ക്ലൈമറ്റ്, തണുപ്പും ഇടയ്ക്കിടയ്ക്കുള്ള കോട ഇറങ്ങുന്നതും. ഇപ്പൊ ഇവിടെ കോട ഇറങ്ങി തുടങ്ങി. മിക്കവാറും നമുക്കിന്ന് പോകുന്നതിന് മുന്നേ നല്ല കോട കിട്ടും. ആളുകൾ എത്ര ക്യാമറയിൽ പകർത്തിയാലും തീരാത്ത വ്യൂ, വിഷ്വൽസ്. അതാണ് മൂന്നാർ. അമ്മുവിന്റെ പുതിയ ക്യാപ്പ് കാണിച്ചു കൊടുക്ക്. പ്രസ് ചെയ്ത പൊങ്ങണ ക്യാപ്പ്. പ്രസ് ചെയ്ത ചെവി ആട്ടുന്ന ക്യാപ്പ് എല്ലാം വെച്ച് വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അല്ലേ അമ്മു? ഈ കാറ്റാടി മരമാണ് ഇത് ഇങ്ങനെ എന്താ തേയിലയുടെ ഇടയിൽ. ഇത് തേയിലയിൽ കൂടുതലായിട്ട് കാറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടി എങ്ങാണ്ടോ നടന്നതാണ്. കണ്ട തേയിലയുടെ ഇടയിലല്ലേ നട്ടേക്കുന്നത്. അപ്പൊ കാറ്റ് വരണത് ഈ മരത്തിൽ പിടിച്ചങ്ങ് പോകും, തേയിലയിൽ വലുതായിട്ട് കിട്ടൂല. അങ്ങനെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് നട്ടിരിക്കുന്നത്. തേയിലയുടെ ഇടയിൽ എവിടെ നോക്കിയാലും ഈ സാധനം നമുക്ക് കാണാൻ പറ്റും. അടുത്ത ഒരു വ്യൂ വേണ്ട, ഇത് ഈ കാണുന്നത് പോലെയല്ല, ഭയങ്കര പൊക്കമാണ്. അവിടെ കോട ഇറങ്ങി വരുന്നുണ്ട്. കോട നല്ല രീതിയിൽ തന്നെ ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ളൊരു 360 വ്യൂ ഞാൻ കാണിച്ചു തരാമേ. എന്നാ ഭംഗി വേണ്ട. മെയിൻ സംഭവം ഈ തേയിലയുടെ തിളിരിലയുടെ ആ ഒരു ഭംഗിയാണ്. ആ ഒരു യെല്ലോയിഷ് ഗ്രീൻ കളർ. അതിമനോഹരമായ കാഴ്ച കേട്ടാ, ഒരു രക്ഷയില്ലാത്ത കാഴ്ച. അതിൻ്റെ ഇടയ്ക്ക് സെൽഫി വേണ്ട പരിപാടി. നടക്കട്ടെ. അമ്മൂന് വേറൊന്നും വേണ്ട, ചെവി പൊക്കി ഇങ്ങനെ നടന്നാ മതി. ഇവിടത്തെ വ്യൂ വേണ്ട, അവിടെ നിന്ന് നമ്മള് താഴെയില്ലേ, ആ താഴെ കാണുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മളിതിലേക്ക് കറങ്ങി ഇത്രയും ദൂരം കയറി വന്നത്. അപ്പൊ ഗ്യാപ് റോഡിന്റെ മെയിൻ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരമാണ്, ഈ കാണുന്ന ദൂരമാണ്. പിന്നെ ഇപ്പോഴത്തെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അതിഭീകരമായ കാറ്റ്, നല്ല തണുത്ത കാറ്റ്, ഈ മരങ്ങളിടയിൽ കൂടെ കാറ്റടിച്ച് കളിക്കുന്ന ചീവിടിന്റെ വിളിയുണ്ട് അല്ലേ, ചീവിടിന്റെ ബോളം കാറ്റിനകത്ത് എല്ലാം കൂടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളിയായിരിക്കണം കേട്ടാ. ചീവിട് രണ്ട് സൈഡ്, ഇതിന്റെ ഇടയിൽ നിന്നും ഇതിന്റെ ഇടയിൽ നിന്ന് ചീവിട് വിളിക്കുന്നുണ്ട്. പിന്നെ കോട ഇങ്ങനെ പല സ്ഥലത്തിൽ നിന്നും വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരെ സമയം 6:30 നേരെ റൂമിൽ പോവുക. റൂമിൽ പോകുന്ന വഴിക്ക് തന്നെ ഫുഡ് കഴിക്കുക. പിന്നെ കുറച്ച് പർച്ചേസ് അവിടെ നിന്ന് ചെയ്യാനുള്ള ചെറിയ പർച്ചേസ് ചെയ്യുക. എന്നിട്ട് റൂമിൽ പോയി നേരത്തെ തന്നെ ഉറങ്ങുക. നാളെ രാവിലെ എണീറ്റിട്ട് അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തില്ലാത്ത എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ